ഹലോ, നമ്മളുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? ഞങ്ങൾ ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. അത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ, ഈ വീഡിയോ കാണുമ്പോൾ തന്നെ. ഇന്ന് നമ്മൾ പോകുന്നത് വളരെ പ്രസിദ്ധമായ രാമശ്ശേരി എന്നുള്ള സ്ഥലത്തേക്കാണ്. ഞാനിത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും രാമശ്ശേരിയിൽ എന്താണെന്നുള്ളത് അല്ലേ. നമ്മളിപ്പോൾ പാലക്കാട് വന്നിട്ട് നമ്മൾ രാമശ്ശേരി പോയിട്ടില്ലെങ്കിൽ വളരെ മോശമല്ലേ. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. രാമശ്ശേരിയിലെ പ്രശസ്തമായിട്ടൊരു സംഭവമാണ് രാമശ്ശേരി ഇഡ്ഡലി. അപ്പോൾ ഞാൻ അതിനെ പറ്റിയിട്ടും ഈ പോകുന്ന വഴിയെ പറ്റിയിട്ടും ഇതൊക്കെ ഇങ്ങനെ പോകുന്ന വഴി തന്നെയാണ് കേട്ടോ. പോകുന്ന വഴിയെ പറ്റിയിട്ടും പിന്നെ അതിൻ്റെ മഹിമയെ പറ്റിയിട്ടും ഒക്കെ നമുക്ക് കാണാം കേട്ടോ. പാലക്കാടിൽ നിന്ന് 10 കിലോമീറ്റർ പൊള്ളാച്ചി റൂട്ടിലൂടെ പോയാൽ ലെഫ്റ്റ് സൈഡിൽ 1 കിലോമീറ്റർ ഉള്ളിലേക്ക് പോയാലാണ് ഈ രാമശ്ശേരി എന്ന് പറയുന്ന ഈ ചെറിയൊരു സ്ഥലം. നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ തലേ ദിവസം വിളിച്ച് പറഞ്ഞിരുന്നു നമ്മൾ ഇന്ന് വരുന്നുള്ളത്. അവരെ തന്നെ നമുക്ക് വീണ്ടും വിളിക്കേണ്ടി വന്നു. അപ്പോൾ അവർ തന്നെയാണ് നമ്മളെ പുറത്ത് നിന്ന്, അവരും മുറ്റത്തേക്ക് ഇറങ്ങി നിന്ന് നമ്മളെ വിളിച്ചു. അങ്ങനെ നമ്മളവിടെ എത്തി. പിന്നെ അങ്ങനെ നമ്മൾ ഒരു 2 അടി നമ്മൾ കാർ പാർക്ക് ചെയ്ത് 2 അടി നടക്കുമ്പോഴേ ശ്രീ സരസ്വതി ടീ സ്റ്റാൾ രാമശ്ശേരി ഇഡ്ഡലി പറഞ്ഞുള്ള അതിൻ്റെ മുമ്പിലേക്ക് നമ്മൾ എത്തേണ്ടത്. നമ്മൾ ഇവരെയായിരുന്നു നമ്മൾ വിളിച്ചിരുന്നത്. പിന്നെ വേറൊരു ലാൻഡ്മാർക്ക് പറയുകയാണെന്ന് വെച്ചാൽ ശ്രീ മന്നത് ഭഗവതി ക്ഷേത്രം. അത് ഈ ഷോപ്പിൻ്റെ സൈഡിൽ തന്നെയാണ് ഇത് വരുന്നത്. നമുക്ക് ഇതിൽ നിന്ന് പുറത്തു നിന്ന് നോക്കിയാൽ നമുക്ക് ഈ ശ്രീ മന്നത് ഭഗവതി ക്ഷേത്രം നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരുപാട് ആൾക്കാർ വരാറുണ്ട്. അതാണ് ഇപ്പോൾ ആ മുത്തശ്ശി അവിടെ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നത്. നമ്മളെപ്പോലെ തന്നെ ഒരു യൂട്യൂബർ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അവർ ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഇറങ്ങാൻ നിൽക്കുകയാണ്. പിന്നെ ഞങ്ങൾ അവിടെ ഇരിക്കുമ്പോഴും വേറെ 2 പേര് ഭക്ഷണം കഴിക്കാനും ചായ കുടിക്കാനും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇത് അവരുടെ വീടാണ് കേട്ടോ. അവർ നമ്മളെ അവരുടെ വീടിൻ്റെ ഉള്ളിലേക്ക് വിളിച്ച് അടുക്കളയിലേക്ക് പോയി ഗ്രൈൻഡറൊക്കെ കറങ്ങണം കണ്ടില്ലേ. ഇതൊക്കെ അവർ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനെ നമ്മൾ അടുക്കളയിൽ പോയിട്ട് എല്ലാ കാര്യവും ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അത് ഫുൾ നമ്മൾ അങ്ങനെ തന്നെയാണ് അതിലേക്ക് ഇടുന്നത് കേട്ടോ. തമിഴ്നാട്ടിൽ നിന്നാണോ? ശ്രീലങ്ക. ഓ, പിന്നെ ശ്രീലങ്കയിൽ നിന്നാണ് കേട്ടോ. ശ്രീലങ്ക ഡയാന പേര്. ഞാൻ പ്രോട്ടം സൈറ്റ് ഇവിടെ 6 വർഷമായിട്ട് കേരളം വന്നിട്ട് 6 വർഷമായിട്ട് ഇവിടെ ജോലിക്ക് വന്നിട്ട് ഇരുത്തിയിട്ടുണ്ടാകുന്നത്. നിങ്ങൾ ഒരു കുടുംബം മാത്രമേ ഈ കുടുംബം മാത്രമല്ല ചെയ്യുന്നത്. വേറെ കുറച്ച് ആൾക്കാർ കൊറേ ആൾക്കാർ വരുന്നുണ്ടാവും അല്ലേ. ഇത് നമ്മള് എന്താണ് ഇഡലി അരി ഉഴുന്നൊക്കെ തന്നെയാണ്. പക്ഷെ നമ്മൾ അരക്കണതിന്റെ ഒരു ഇതുണ്ട്. പിന്നെ ഞങ്ങളുടേതായ ഒരു ചെറിയൊരു സീക്രട്ട് ഉണ്ട് ഇതില്. അത് സീക്രട്ട് തന്നെയായിരിക്കും. അതെ അതെ, സീക്രട്ട്. ഞങ്ങളത് പുറത്ത് പറയില്ല. ഞങ്ങളൊരു 4-5 ഫാമിലി മാത്രം ചെയ്യുന്നതാണ്. ഇതെന്താ മുളയുടെയാണ്? അല്ല, ഇത് വന്നിട്ട് മണ്ണിന്റെയാണ്. മണ്ണിന്റെ ഒരു ഇതാണ്. മണ്ണിന്റെ റിംഗ് ആണ്. ഞങ്ങളിത് അടുപ്പിലുണ്ടാക്കുമ്പോൾ ഞങ്ങൾ മൺകലത്തിലാണ് ഉണ്ടാക്കുന്നത്. മണ്ണിന്റെ ഇതിൽ കോട്ടൺ നൂല് കെട്ടിയിട്ട് കോട്ടൺ തുണി വിരിച്ചിട്ടാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. ശരി, ഇത് മണ്ണിന്റെ ആണെന്നാ പറയുന്നത്. ഇത് കോട്ടൺ നൂല് വെച്ച് കെട്ടിയിട്ട് കോട്ടൺ തുണി വെച്ചിട്ട് ഇതിങ്ങനെ പരത്തും. എന്നിട്ടൊരു പാത്രം കൊണ്ട് അടച്ചു വെക്കും. ഇത് എത്ര മിനിറ്റ് നമ്മൾ സാധാരണ ഇഡ്ഡലി വേവുന്ന 3 അടുപ്പില് ഇങ്ങനെ വെച്ചിട്ട് സാധാരണ ഇഡ്ഡലിനേക്കാളും വേഗം വേഗത്ത്. ഞങ്ങളുടെ മാവിന്റെ ഒരു പ്രത്യേകതയാണ്. ഞങ്ങള് അരി ഉണ്ണല്ല അങ്ങനെ അരക്കണതിന്റെയും പിന്നെ ഞങ്ങളുടേതായ ഒരു ചെറിയൊരു സീക്രട്ട് ഉണ്ട്. അത് പറയില്ല. അത് നമ്മള് ഒരു 4-5 ഫാമിലി മാത്രം നിങ്ങളുടെ കുടുംബത്തിലെ ആൾക്കാർ ഞങ്ങളൊരു അതൊരു കൈത്തൊഴിലായിട്ട് ഇതാക്കുകയാണ്. ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള രാമശ്ശേരി ഇഡ്ഡലിയാണ് ഇതാ ഈ ചേച്ചി ഉണ്ടാക്കി ഇങ്ങനെ വെക്കുന്നത്. ഡൽഹിയിൽ നിന്നാണല്ലേ നിങ്ങൾ? ഡൽഹിക്ക് എന്നെ വിളിച്ചതാണ്. ഞാനപ്പോ അവര് നിർബന്ധിച്ചു. പിന്നെ അപ്പോഴേക്കും
കൊറോണയായി. ആ. ഞാൻ പറഞ്ഞു വരുന്നില്ല എന്നൊക്കെ. ഞങ്ങളെല്ലാം ശരിയാക്കി തരാം. അന്ന് ഒരാഴ്ച ഫുഡ് ഫെസ്റ്റ് പോലെ രാമശ്ശേരി ടീയുടെ ഫുഡ് ഫെസ്റ്റ് പോലെ നടത്താൻ വിളിച്ചതാണ്. ഇവിടെ ഒരു ഹോട്ടലിൽ. എന്താ പേരെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. എന്റെ വാട്സപ്പ് നമ്പറൊക്കെ ഉണ്ട്. അപ്പൊ പിന്നെ അപ്പോഴേക്കും കൊറോണ വന്നപ്പോ വിളിച്ചിട്ടില്ല. പക്ഷെ സന്ദർഭം കിട്ടുകയാണെന്ന് വെച്ചാൽ പൊക്കോളൂ. കാരണം അവിടെയൊക്കെ നല്ലോണം ഇഷ്ടമാണ്. അവിടെ ഞാനിപ്പോ KTDC തിരുവനന്തപുരം KTDCയിൽ എല്ലാ കൊല്ലവും പൂജ ഹോളിഡേക്ക് ചെയ്യാറുണ്ട്. പൂജ ഹോളിഡേക്ക് 10 ദിവസം പൂജയുടെ ആ വെപ്പാണല്ലോ. അപ്പൊ ഇഡലിയാണല്ലോ ഏറ്റവും പ്രിയം. അപ്പൊ രാമശ്ശേരി ഇഡ്ഡലിയും സാമ്പാർ ഇഡ്ഡലി, മിനി ഇഡ്ഡലിയിൽ സാമ്പാർ ടിപ്പ് ചെയ്തിട്ട് അതും അവിടെ നല്ല ഫേമസ് ആക്കും. അവിടെ തിരുവനന്തപുരത്ത് എല്ലാ കൊല്ലവും ചെയ്യാറുണ്ട്. പിന്നെ മാതൃഭൂമിയുടെ ഫുഡ് ഫെസ്റ്റിന് പോവാറുണ്ട്. ഇപ്പൊ ഞാൻ കണ്ണൂര് പോയിട്ട് ഇന്നലെ വന്നതേ ഉള്ളൂ. കണ്ണൂര് KTDCയിൽ. അവിടെ ഞാന് കണ്ണൂര് നോണിന്റെ ഒരു നാടാണല്ലോ. അപ്പൊ ഞാൻ ട്രൈ ചെയ്തു ചിക്കൻ ഇഡ്ഡലിയും ആട്ടിന്റെ സൂപ്പ് ഇഡ്ഡലി, ഇഡ്ഡലിയിൽ അതും എഗ് ഇഡ്ഡലി രാമശ്ശേരി നല്ല മൂവായി. ഇനി അവരുടെ തന്നെ KTDCയിൽ തന്നെ ഇവിടെ വിളിച്ചിട്ടുണ്ട്. എന്താണ് ആലപ്പുഴയില് KTDCയിൽ 21-ാം തീയതി മുതൽ 8-ാം തീയതി വരെ അവര് പറഞ്ഞു വെച്ചിരിക്കുക KTDC. പാലക്കാട് നടത്താറില്ലേ നിങ്ങള്? പാലക്കാട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട് തന്നെയല്ലേ. അപ്പൊ ഞാൻ പോയിട്ടില്ല. എനിക്കൊരു ഇത് ഇവിടെ വന്ന് കഴിക്കുമല്ലോ പാലക്കാട്ടുകാര്. ദൂര സ്ഥലങ്ങളിലുള്ള ആൾക്കാരാണല്ലോ. അത് ശരിയാണ്. ഇതിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുവോ? നമ്മളങ്ങനെയല്ല. നമ്മളിപ്പോ രാവിലെ ഉണ്ടാക്കി ഓർഡർ ഉണ്ടെങ്കിൽ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ അവര് വന്നല്ലോ. അവര് നിങ്ങളെ പോലുള്ള ആൾക്കാരാണ്. അപ്പൊ അവര് മെനക്കെട്ട് ഇതിനു വേണ്ടി വരികയാണല്ലോ. അവര് തൃശ്ശൂരിന്ന് വരികയായിരുന്നു. മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാ ഈ മാവ് വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. പക്ഷെ ആ ഊത്തപ്പത്തിന്റെ വേറെ ടേസ്റ്റ് അല്ലേ. മാവിന് മാവിന് വ്യത്യാസമുണ്ട്. നമ്മളത് മാവ് ഇത് ഇഡലി കഴിക്കണ്ടേ നന്നാവുള്ളൂ. ദോശ ഒരു വെളുത്ത കളറേ വരുള്ളൂ. നല്ല വരില്ല. സോഫ്റ്റ് ആയിട്ട് ദോശയുടെ ഒരു ഒരു മിനിറ്റ്. അത് നിങ്ങൾ വെച്ചോ. അതൊന്ന് ഞാൻ ഇന്ന് അടുത്തുനിന്ന് കാണിക്കട്ടെ. ആ തുണിയൊന്ന് എടുത്ത് ഒരു സെറ്റ് എടുത്തൊരു ചൂടുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ വേറെ കാണിച്ചു. ഇതുണ്ടോ? ഇത് മണ്ണിന്റെയാണ്. ഇതില് കോട്ടൺ നൂല് വെച്ചിട്ട് ഇങ്ങനെ അവര് കെട്ടിയിരിക്കുകയാണ്. ആദ്യം നമ്മളത് ഈ നൂലിന് പകരം നമ്മള് ഇതായിരുന്നു മീൻ പിടിക്കണ വല കെട്ടിയായിരുന്നു. അപ്പൊ മീൻ പിടിക്കണ വല കോട്ടൺ അല്ലല്ലോ. ഇപ്പൊ ഇതായില്ലേ, പ്ലാസ്റ്റിക് ആക്കിയില്ലേ. ഇത് നമ്മള് സ്വന്തമായിട്ട് കോട്ടൺ നൂല് വാങ്ങിയിട്ടുണ്ട്. ഇതിങ്ങനെയാണ്. എന്നിട്ട് ഇതിലൊരു തുണി വെച്ച് അവരതിന്റെ മുകളിലാണ് ഇത് ഒഴിക്കുന്നത്. തുണി സാധാ തുണി കോട്ടൺ തുണി. പൊടി നമ്മള് തന്നെ കൈ കൊണ്ട് വറുക്കാണ്. നമ്മള് അടുപ്പില് അരി ഉഴുന്ന് കുരുമുളക് ജീരകം എല്ലാം സെപ്പറേറ്റ് വറുത്ത് പൊടിക്കുകയാണ്. അത് നമ്മള് ഒരു വർഷമൊക്കെ ഇരിക്കും പൊടി. വാങ്ങിക്കാൻ കിട്ടും. പൊടി വാങ്ങിക്കാൻ പറ്റും. പൊടി ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. കിലോ 300 രൂപ. നമ്മൾ ടൂറൊക്കെ പോയില്ലേ. ഇപ്പൊ നിങ്ങള് ഡൽഹിക്കൊക്കെ പോണെങ്കിൽ ഇപ്പൊ കൊറേ ട്രാവൽ ചെയ്യുന്നല്ലോ. ട്രെയിനിലാണെങ്കിൽ ഇപ്പൊ 10 ദിവസം ആവുമല്ലോ, 2-3 ദിവസം ആവുമല്ലോ. അപ്പൊ നമ്മൾ ഈ 3 ദിവസത്തേക്കൊക്കെ രാമശ്ശേരി ഇഡ്ഡലി വാങ്ങിയിട്ട് പാക്ക് ചെയ്തിട്ട് ഓരോ ദിവസത്തേക്ക് തനിച്ച് പാക്ക് ചെയ്തിട്ട് കൊണ്ടുപോകാറുണ്ട്. രാവിലെ രാമശ്ശേരി ഇഡ്ഡലിയും ചമ്മന്തിപ്പൊടിയും കൊണ്ടുപോകും. ഈ ഇഡ്ഡലി എത്ര ദിവസം കേടുവരാതിരിക്കും? ആദ്യമൊക്കെ ഒരാഴ്ച ഇരിക്കും. അപ്പൊ 3 ദിവസം ഇരിക്കും. അപ്പൊ ചമ്മന്തിപ്പൊടിയും ഇഡ്ഡലിയും കൂടെ കൊണ്ടുപോയിട്ട് ചിലര് വെളിച്ചെണ്ണയുടെ പാക്കറ്റോ വെളിച്ചെണ്ണയും കൊണ്ടുപോയി കഴിഞ്ഞാൽ ചാലിച്ച് കഴിച്ചാൽ നല്ലതാണ്. ട്രെയിൻ ഭക്ഷണമൊക്കെ ഇപ്പൊ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലമാണല്ലോ. അങ്ങനെ എത്രയോ ആൾക്കാർ കൊണ്ടുപോകാറുണ്ട് ഇവിടെ. ചിലവര് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ രാമശ്ശേരി ഇഡ്ഡലി ആ പൊടി കൂട്ടി കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഇഡ്ഡലിയും ചട്നി ആവുമ്പോ അത്ര ടേസ്റ്റ് കിട്ടില്ല എന്നുള്ളത് അങ്ങനെയില്ല. ആ പൊടിക്കൊരു ടേസ്റ്റ് തന്നെയാണ്. സാധാരണ നിങ്ങളുടെ ചട്നി അല്ല, ആ പൊടിക്ക് ഞങ്ങൾ വറുക്കുമ്പോഴൊക്കെ കാര്യങ്ങളും. പിന്നെ ചട്നിയൊക്കെ ഞങ്ങളുടെ വേറെ ഒരു രീതിയാണ്. ചട്നിയും മുളക് ഉള്ളി ചമ്മന്തിയൊക്കെ
നിങ്ങൾ ശരിക്കും രാമശ്ശേരിക്കാർ തന്നെയാണോ? ഞങ്ങള് കാഞ്ചീപുരത്തുനിന്ന് വന്ന ആൾക്കാരാണ്. ഞങ്ങള് കാഞ്ചീപുരത്തുനിന്ന് രാമശ്ശേരിക്ക് വന്നതാണ്. ഞങ്ങളുടെ 5 തലമുറയ്ക്ക് മുമ്പ് വന്നതാണ്. ഞങ്ങള് നെയ്ത്ത് തൊഴിലാളികളാണ്. ഞങ്ങൾ മുതലിയാർമാരാണ്, നെയ്ത്ത് തൊഴിലാളികളാണ്. നെയ്ത്ത് തൊഴിലിൽ കാലക്രമേണ കുറഞ്ഞു വന്നല്ലോ. പിന്നെ അപ്പൊ ചിറ്റൂരി അമ്മ എന്ന് പറഞ്ഞൊരു അമ്മയാണ് ഈ രാമശ്ശേരി ഇഡ്ഡലി കണ്ടുപിടിച്ചത്. അപ്പൊ പാടത്തൊക്കെ കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. പാടത്തൊക്കെ കൊണ്ടുപോയി കൊടുത്ത് അങ്ങനെയായിരുന്നു. പിന്നെ അങ്ങനെ നെയ്ത്ത് തൊഴിൽ ഒരുപാട് കമ്മിയായപ്പോ 100 വീടുള്ളത് ഒരു 5 വീടായി ചുരുങ്ങി. അപ്പൊ അവർക്ക് ജീവിക്കാൻ മാർഗമില്ലാതായപ്പോ രാമശ്ശേരി ഇഡ്ഡലി അങ്ങനെ അത് ബിസിനസ്സാക്കി എടുത്തു, ഇഡ്ഡലി കച്ചവടമാക്കി എടുത്തു. പിന്നെ അത് കല്യാണങ്ങൾക്ക് കൊടുക്കാൻ തുടങ്ങി. കല്യാണങ്ങൾക്ക് കൊടുക്കാൻ തുടങ്ങിയതിന് ശേഷം കഞ്ചിക്കോട് ഒരു ജംബൂരി പറഞ്ഞിട്ട് ലോകമൊട്ടാകെ ഉള്ള ഒരു എക്സിബിഷൻ വന്നു. അപ്പോഴാണ് പുറത്തുനിന്നൊക്കെ എല്ലാവരും വന്ന് ഈ രാമശ്ശേരി ഇഡ്ഡലി രുചിച്ചത്. ആ ജംബൂരി നിന്നാണ് രാമശ്ശേരി ഇഡ്ഡലി രുചിച്ചത്. ഒരു 20 വർഷത്തിന് മുമ്പാണെന്ന് തോന്നുന്നു. അപ്പൊ അതാണ് അപ്പോഴും മുതലാണ് യൂട്യൂബ് ചാനലും ടിവിയും അങ്ങനെയൊക്കെ പുറത്തറിയപ്പെട്ടത് ജംബൂരി മൂന്ന്. അവരൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ പഠിച്ചിട്ട് അതെ അതെ. പുറമെയുള്ളവർക്ക് നിങ്ങൾ പറയില്ല, ഇത് കണ്ടു പഠിക്കാം. ഞങ്ങളുടെ ഒരു ചെറിയൊരു സീക്രട്ട് ഉണ്ട്. അത് എല്ലാവർക്കും ഉള്ളൊരു ജീവിത മാർഗമല്ലേ. നമ്മളൊരാള് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവരെയും കൂടെ അതിനൊരു ഇതുണ്ടാ, അതിനൊരു പേരില്ലാതായി. അവിടെ ഉണ്ട് അമ്മ. രാവിലെ ഞാൻ ഉണ്ടായിരുന്നില്ല, എന്നാണ് ഞാൻ എത്തിയത്. അമ്മ രാത്രിക്ക് ഉറപ്പ്. അമ്മ കുറച്ച് ഓർഡർ ഉണ്ടായിരുന്നു. അപ്പൊ അമ്മ ക്ഷീണിച്ചിരിക്കുക. നമ്മള് ഫോൺ ചെയ്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എത്തിച്ചു തരുമോ? കുറച്ച് പക്ഷെ ക്വാണ്ടിറ്റി കൂടുതൽ വേണം അല്ലെ? കുറച്ച് അളവ് കൂടുതലുണ്ടെങ്കിലല്ലേ പറ്റൂ. ഓട്ടോന് വാടക കൊടുക്കണം. എത്രയാണെങ്കിലും ഞങ്ങൾ എത്തിച്ചു തരും. ഓട്ടോ വാടക നിങ്ങൾ എവിടെ സ്ഥലം എന്ന് പറഞ്ഞു നമുക്ക് ഒരു കുഞ്ഞു ഫംഗ്ഷൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാലോ അല്ലെ? ഞങ്ങള് കിച്ചടി ഉണ്ടാക്കുന്നുണ്ട്. സ്വീറ്റ് ഒക്കെ ഞങ്ങൾ ഇവിടെ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. സ്വീറ്റ് എല്ലാം ലഡു ഉണ്ടാക്കുന്നുണ്ട്, മൈസൂർ പാക്ക് ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം കൂടെ വേണമെങ്കിൽ ഞങ്ങൾ എത്തിച്ചു തരും. രാവിലത്തെ ഫുഡ് മാത്രമായിട്ട് എന്താ വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫുഡ് മൊത്തം. അതിപ്പോ ഓട്ടോ ചാർജ് വിട്ടോളൂ. അതല്ലാതെ നമുക്ക് ചെറിയ ക്വാണ്ടിറ്റി ആണെച്ചാൽ നിങ്ങൾ എത്തിച്ചു തരും. ഇപ്പൊ ഒരു 5-6 പേർക്കാണ് കഴിക്കണെച്ചാൽ ഇട്ടു. നിങ്ങൾക്ക് എന്താ ആവശ്യം എന്ന് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കിച്ചടി ഉണ്ടാക്കുന്നുണ്ട്, കാലത്ത് ആപ്പ് ഉണ്ടാക്കുന്നുണ്ട്. കിച്ചടി ആവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ 5 ആൾക്കാണെങ്കിലും ഉണ്ടാക്കിക്കും. എപ്പോ എണീക്കും? രാവിലെ 3 മണിക്ക് എണീക്കും. 3 മണിക്ക് എണീറ്റ് കഴിഞ്ഞാൽ ഒരു 9 മണി വരെയൊക്കെ തിരക്കായി. ഞായറാഴ്ചയൊക്കെ ഒരു 11-12 മണി വരെ നല്ല തിരക്കായി. ശനി ഞായർ വെക്കേഷനിലൊക്കെ. അല്ലെങ്കിൽ ഒരു 3 മണി മുതൽ ഒരു 12 മണി വരെ. ഇത് ഇങ്ങനത്തെ ഒരു സാധനം നമുക്ക് വാങ്ങാൻ കിട്ടില്ല അല്ലേ? ഇവിടെ ഒരാളാണ് ഉണ്ടാക്കണത്. ഇത് ഞങ്ങള് ആ സാധനം വാങ്ങിച്ചിട്ട് ഞങ്ങൾ കെട്ടുകയാണ്. ഇപ്പൊ അയാള് കിടപ്പിലായി. അതാണ് ഇപ്പൊ വേറെ പൊള്ളാച്ചിയിൽ ഒരാളുണ്ട്. അയാളെ വിളിച്ചിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടൊക്കെ വേണം. എന്താ അറിയോ സംഭവം? ഈ സാധനം ഞങ്ങൾ കുറെ ആൾക്കാർക്കൊക്കെ കൊടുത്തപ്പോ ഇവര് പോയിട്ട് ഈ രാമശ്ശേരി ഇഡ്ഡലി എന്ന് പറഞ്ഞിട്ട് ഈ പരത്തി കഴിഞ്ഞാൽ ഇഡ്ഡലി ആവില്ലല്ലോ. അത് പോയിട്ട് ചെയ്തിട്ട് ഞങ്ങളുടെ പേര് പോവാണ്. അപ്പൊ ഞങ്ങൾ അത് നിർത്തി കൊടുക്കല്. അത് വീട്ടാവശ്യത്തിനാണെന്ന് പറഞ്ഞിട്ട് വാങ്ങിട്ട് പോണത്. അപ്പൊ നമ്മൾ ആ ഒരു ഇതിന് കൊടുത്തു കഴിഞ്ഞപ്പോ ഇവര് എവിടേക്കോ പോയിട്ട് എറണാകുളത്തൊക്കെ ബിസിനസ് ചെയ്തിട്ട് അവര് വന്നിട്ട് ഇവിടെ കംപ്ലൈന്റ് ആയി. നിങ്ങളുടെ ഇഡ്ഡലിയുടെ ആ ഒരു ഇതില്ല, ക്വാളിറ്റി ഇല്ല, അവിടെ വിൽക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമുക്കതൊരു പേര് ദോഷമല്ലേ. അങ്ങനെ ഞങ്ങളത് പിന്നെ നിർത്തിയത് കൊടുക്കല്. ഇവിടെ എപ്പോഴും ആൾക്കാർ വരാറുണ്ടല്ലേ? വരാറുണ്ട്. ഇപ്പൊ വന്നവര് തൃശ്ശൂരിൽ നിന്ന് വന്നതാ. ഇത് ഇവര് നാളേക്കുള്ള മാവാണ് ഇപ്പൊ ഈ അരച്ചു വെക്കുന്നത്. സാധാരണ ഒരു അലുമിനിയം പാത്രത്തിലാണ് അത് വെക്കണത് അല്ലേ? മൺകലത്തിലാണ് വെക്കണത്. ഗ്യാസിലായതുകൊണ്ട് ഞങ്ങൾ അലുമിനിയത്തിലാക്കിയതാണ്. ഞങ്ങൾ സാധാരണ ചുടുന്നത് മണ്ണിലാണ്, മൺകലത്തിലാണ്. കാലത്തൊക്കെ അടുപ്പില് മൺകലത്തിലാണ് ചുടുക. അങ്ങനെ ഞങ്ങളെല്ലാം ചോദിച്ചു. ആ കുട്ടി എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് തന്നെ ചുടാന്നുള്ള ഇഡ്ഡലിയും കഴിച്ചിട്ടാണ് നമ്മൾ മടങ്ങണത്. അടിപൊളിയായിട്ടുണ്ട്. നല്ല സൂപ്പർ ഇഡ്ഡലി, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അത് മാത്രമല്ല നല്ല ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കണം, നല്ല ചൂട്. പിന്നെ ചട്നി, ഉള്ളി സമ്മന്തി, പൊടി,
ഈ പൊടിയാണ് അവർ ഗംഭീരമായിട്ട് പറയുന്നത്. അത് ഗംഭീരം തന്നെയാണ് കേട്ടോ. അത് പൊടിയായിട്ട് നമുക്ക് വാങ്ങാനും പറ്റും. ഞങ്ങൾ തന്നെ കുറച്ച് പൊടിയൊക്കെ വാങ്ങിയിട്ട് പോകുന്നുണ്ട്. ഗംഭീരമായിട്ട് ഇത് മൂന്നും കൂടി അങ്ങോട്ട് കൂട്ടി ഇങ്ങോട്ട് കുഴച്ചൊരു പൊടി പിടിച്ചാണ്. എപ്പോൾ തൊട്ടിട്ടത് എപ്പോഴും തിരക്കുണ്ടാവുക വൈകിട്ടാണ് രാവിലെയാണോ? രാവിലെ രാവിലെ 12 പേരുണ്ടോ ഈ കുറേ ആൾക്കാർ നാളെ മറ്റൊരു കഴിവാറില്ല. എന്നാലും 9 മണി വരെ ആൾക്കാരുണ്ടാവില്ലേ? അവിടേക്ക് കുറേ ആൾക്കാർ അവിടേക്ക് സന്തോഷം കേട്ടോ, ഒരുപാട് സന്തോഷമുണ്ട്. ഫുഡ് നല്ല ടേസ്റ്റാണ്. പട്ടായി നേരത്തെ എണീക്കൂല്ലേ? അങ്ങനെ വളരെ സന്തോഷത്തോടെ നമ്മളിവിടെ പോകുന്നത്. എല്ലാവരും വരുമ്പോൾ ഈ ഭാഗത്തേക്ക് വരിക. അതിലേക്ക് നമ്മളിവിടെ ഇട്ടിട്ടുണ്ട്, അതിലിരുന്ന് നമ്മൾ. അപ്പോൾ ഞങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി പോവുകയാണ്. ബൈ. സന്തോഷം. ഇനി വരാം. വരണം. ഇനി വരാം.